മഹാലക്ഷ്മി സീരിയലിന്റെ വരാൻ പോകുന്ന എപ്പിസോഡിന്റെ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ കണ്ണനാണെങ്കിൽ കമലേശ്വരത്ത് നടക്കുന്ന ഓരോ കാര്യങ്ങളും അവിടെ മാർക്കോ വെച്ച ഒളി ക്യാമറ വഴി ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ അറിയുന്നുണ്ട്. മഹിയെ കൊന്ന് ചിതകൂട്ടി, അതുപോലെ തന്നെ ഇനി കണ്ണനെയും അധികം വൈകാതെ മുകളിലേക്ക് പറഞ്ഞു വിടാണ് അവരുടെ പ്ലാൻ എന്നും ഇത്രയും കാലം ബിഷപ്പ് പാമ്പുകളെയാണ് താൻ സംരക്ഷിച്ച് കൂടെ നിർത്തിയതെന്നും കണ്ണൻ തിരിച്ചറിയുന്നുണ്ട്. ഉണ്ണിയും ദുർഗയും കരുണയും തന്റെ അഭാവത്തിൽ അവിടെ സംസാരിക്കുന്നതും അങ്ങനെ അവരുടെ എല്ലാ നീക്കങ്ങളും കണ്ണൻ ഹോസ്പിറ്റലിൽ ഇരുന്ന് തന്നെ അറിയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് MD സ്ഥാനം ഏറ്റെടുക്കാനായിട്ട് ഫിനാൻസിയസിൽ എത്തുന്ന ഉണ്ണിയെ ഞെട്ടിച്ചുകൊണ്ട് അനന്തു ആ കസേരയിൽ ഇരിക്കുന്നത് കണ്ടത്. അപ്പോൾ അതെല്ലാം കണ്ണൻ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ അറിയുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് അനന്തുവിനെ അവിടേക്ക് പറഞ്ഞു വിട്ടത്. അങ്ങനെ മഹിയുടെ ജീവിതത്തിലേക്ക് മഹി ജീവിതത്തിൽ നിന്ന് പോയതോടുകൂടി തന്നെ ഇനി എന്തായാലും കണ്ണന്റെ അവസ്ഥ ചത്ത് ജീവിക്കുന്നതിന് തുല്യമായിരിക്കും. ഈ ഒരു സാഹചര്യത്തിൽ സ്വത്തുക്കളെല്ലാം കൈപ്പിടിയിലാക്കാം എന്നെല്ലാം ശത്രുക്കൾ കണക്ക് കൂട്ടുന്നു. പക്ഷേ അവരുടെ ആ കണക്ക് കൂട്ടലുകളെല്ലാം തെറ്റിച്ചുകൊണ്ട് അവരുടെ മുന്നിലേക്ക് മഹാലക്ഷ്മിയും കൂട്ടി കമലേശ്വരത്തേക്ക് കടന്നു വരികയാണ് കേട്ടോ കണ്ണൻ. മഹിയെ കാണുന്നതും അവരൊന്നടക്കം ഞെട്ടുന്നുണ്ട്. സ്വന്തം കണ്ണുകളെ അവർക്ക് വിശ്വസിക്കാൻ പോലും കഴിയുന്നില്ല. കാരണം മഹാലക്ഷ്മി മരിച്ചു എന്ന് തന്നെയാണ് അവർ വിശ്വസിച്ചിരുന്നത്. അങ്ങനെ മഹാലക്ഷ്മിയെയും കൂട്ടി കണ്ണൻ കമലേശ്വരത്തേക്ക് കടന്നു വരുന്നതും അവരാകെ ശരിക്കും സ്തബ്ധരായിട്ട് നിൽക്കുകയാണ് കേട്ടോ. തുടർന്ന് ദുർഗ ചോദിക്കുന്നുണ്ട്, ഇതെന്താടാ ഇവള് നിന്റെ കൂടെ വരുന്നത്? ഇവളെ കാണാതായി എന്നല്ലേ പറഞ്ഞത്? എന്നിട്ട് ഇവള് ആരുടെയും കൂടി താമസിച്ചിട്ട് നിന്റെ അടുത്തേക്ക് തിരിച്ചു വന്നതാണോ എന്നെല്ലാം മഹാലക്ഷ്മി അതിശയിപ്പിച്ചുകൊണ്ട് ദുർഗ ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇത് കേട്ടിട്ട് കണ്ണന് ശരിക്കും ദേഷ്യം വരികയാണ്. തുടർന്ന് കണ്ണൻ ഓരോ ചോദ്യങ്ങളായിട്ട് അവരോട് എണ്ണി അവരുടെ മുഖത്ത് നോക്കി ചോദിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നിങ്ങളിങ്ങനെ അഭിനയിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് മാത്രമേ കഴിയൂ. ഇയാള് മരിച്ചു എന്ന് കരുതി നിങ്ങൾ എൻ്റെ വീട്ടിൽ കാട്ടിക്കുട്ടിയതെല്ലാം ഞാൻ അറിയുന്നുണ്ടായിരുന്നു. അവിടെ സ്ഥാപിച്ച ഒളി ക്യാമറ വഴി എന്ന് കണ്ണൻ പറയുമ്പോൾ എല്ലാവരും ആ ഭാഗത്തേക്ക് ഞെട്ടുന്നുണ്ട് കേട്ടോ. അപ്പൊ ആ സമയത്താണ് അവിടെ അങ്ങനെ ഒരു ക്യാമറ ഉണ്ടെന്നുള്ള കാര്യം എല്ലാവരും അറിയുന്നത്. അതറിയുന്നതോടുകൂടി എല്ലാവരും ചമ്മി നാണം കെടുകയാണ് കേട്ടോ കണ്ണന്റെ മുന്നിൽ. മഹാലക്ഷ്മിക്ക് ഒന്നും സംഭവിച്ചിട്ടില്ല, കണ്ണെല്ലാം അറിയുകയും ചെയ്തു എന്നാലോചിച്ചിട്ട് എല്ലാവരും തല കുനിഞ്ഞു പോകുന്നുണ്ട്. അപ്പോൾ ദുർഗയാണെങ്കിൽ ഇനിയും കണ്ണനെ ചൊടിപ്പിക്കുന്നത് ശരിയല്ല, കണ്ണനെ മുന്നിൽ താണു നിൽക്കുന്നത് തന്നെയാണ് നല്ലത് എന്ന് തോന്നിക്കൊണ്ട് ഇത്രയും കാലം അത് പിന്നെ മോനെ ഇത്രയും കാലം നിനക്ക് താങ്ങും തണലും ആയിട്ട് നിന്ന മേഘനെയും അമ്മാവനെയും ഉണ്ണിയും ഒക്കെ നീ ഒഴിവാക്കി നീ നിന്റെ ഭാര്യയ്ക്ക് കമ്പനിയും എല്ലാ ബിസിനസ്സും അവളുടെ പേരിൽ എഴുതി വെക്കാൻ നോക്കി. അതിന്റെ ഒരു ദേഷ്യത്തിന് ചെയ്തതാണ് എല്ലാം, അല്ലാതെ നിന്നോട് ഞങ്ങൾക്ക് ഒരു ദേഷ്യവും ഇല്ല എന്നെല്ലാം പറഞ്ഞുകൊണ്ട് ദുർഗ പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോൾ എൻ്റെ രണ്ടാനമ്മയാണെങ്കിലും നിങ്ങളെ ഞാൻ അമ്മ എന്ന് തന്നെയല്ലേ വിളിച്ചത്. അതിൽ ആ ഒരു വിളിക്ക് നിങ്ങളോട് എനിക്ക് സ്വന്തം അമ്മയോടുള്ള സ്നേഹവും കരുതലും ഒക്കെ ഉണ്ടായിരുന്നു. ആ നിങ്ങൾ തന്നെ എൻ്റെ ഭാര്യയുടെ മരണം കേക്ക് മുറിച്ച് ആഘോഷിക്കാനായിട്ട് മുൻപന്തിയിൽ നിന്നു. ഇയാളുടെ ചിത കൂട്ടാൻ നോക്കിയവർക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം ഒരുക്കി അവരെ സൽക്കരിച്ചു. എന്നിട്ട് പ്രതാപനും അയാളുടെ അമ്മയും ചേർന്ന് തോമസ് സാറിന്റെ ഹോസ്പിറ്റലിൽ വന്ന് മഹിയുടെ മരണത്തിൽ ദുഃഖമുണ്ടെന്നൊക്കെ പറഞ്ഞ് അഭിനയിക്കാനായിട്ട് ഒരുപാട് കഷ്ടപ്പെട്ടു. മാർക്കോ ഇങ്ങനെ ഒരു ഐഡിയ തോന്നില്ലായിരുന്നെങ്കിൽ ഇതെല്ലാം ഞാൻ അറിയില്ലായിരുന്നു. എല്ലാം നേരിട്ട് തന്നെ എനിക്ക് കണ്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞു എന്നും കണ്ണൻ പറയുന്നുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ ഓരോരുത്തരുടെയും തനി നിറം ഞാൻ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇത്രയും കാലം നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടതെല്ലാം ചെയ്തു തന്ന് നിങ്ങളെ ചേർത്ത് പിടിക്കാൻ നോക്കിയതിന് എനിക്ക് എന്നോട് തന്നെ ഇപ്പോൾ പുച്ഛം തോന്നുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വിലപ്പെട്ട നിധിയാണ് എൻ്റെ മഹി. ദൈവങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്കും ഞങ്ങളെ വേർപിരിക്കാൻ കഴിയില്ല. പിന്നെ ഇതെൻ്റെ വീടാണ്, എൻ്റെ ദയയിലാണ് നിങ്ങൾ ഇത്രയും കാലം നിങ്ങൾ എല്ലാവരും ഉടുത്തൊരുങ്ങി നടന്നത്. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും കേൾക്കാൻ ഞാൻ പറയാണ്, എൻ്റെ എല്ലാ സ്വത്തുക്കളുടെയും അവകാശി ഇനി എൻ്റെ ഭാര്യ മഹാലക്ഷ്മി ആയിരിക്കും. അയാള് നന്നായിട്ട് ജീവിക്കുന്നതിന്റെ അസൂയ കൊണ്ടാണല്ലോ പ്രതാപനും നിങ്ങളൊക്കെ കൂടി അയാളെ ഇല്ലാതാക്കാൻ നോക്കിയത്. പിന്നെ എന്നെ പ്രകോപിപ്പിച്ചതിന് എല്ലാവർക്കും ഉള്ളത് അതാത് സമയത്ത് ഭാഗിച്ച് ഞാൻ തരുമായിരുന്നു. ഇനി ഒരു കാലണ പോലും ഞാൻ ആർക്കും തരില്ല എന്നും തൻ്റെ തീരുമാനം അവരുടെ മുഖത്ത് നോക്കി വെട്ടി തുറന്ന് പറയുന്നുണ്ട് കേട്ടോ കണ്ണൻ. അപ്പോൾ മഹാലക്ഷ്മിയെയും കൂട്ടി കണ്ണൻ തിരിച്ചു വരുന്നത് അവർക്ക് ശരിക്കും ഒരു സ്വപ്നം പോലെ തന്നെ തോന്നുന്നുണ്ട് ശത്രുക്കൾക്ക്. കാരണം അവരൊരിക്കലും വിചാരിക്കാത്ത ഒരു കാര്യം തന്നെയാണ് അവിടെ നടക്കുന്നത്. അങ്ങനെ എല്ലാവർക്കും ഒരു ഇടുത്തി പോലെ നിൽക്കുകയാണ് കേട്ടോ മഹാലക്ഷ്മി തിരിച്ചു വന്നതോടുകൂടി തന്നെ. പിന്നീട് മുറിയിലെത്തിയതിന് ശേഷവും കണ്ണനാണെങ്കിൽ ദേഷ്യം തീരുന്നില്ല. എത്രയും വലിയ ക്രൂരതയാണ് അവർ തന്നോട് ചെയ്യാൻ നോക്കിയത്. നമ്മൾ പ്രാർത്ഥിക്കുന്ന ദൈവങ്ങളുടെ ശക്തി ഇല്ലായിരുന്നെങ്കിൽ താൻ രക്ഷപ്പെടില്ലായിരുന്നു. അവരെല്ലാവരും കൂടി തന്നെ അല്ലെങ്കിൽ ഇല്ലാതാക്കുമായിരുന്നു. എനിക്കത് ഓർത്തിട്ട് മനസ്സ് വല്ലാതെ ആകുന്നു എന്നെല്ലാം പറഞ്ഞുകൊണ്ട് കണ്ണൻ വല്ലാതെ തന്നെ ഇമോഷണൽ ആവുന്നുണ്ട് കേട്ടോ. അപ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട്, ഇത്രയൊക്കെ ആയ സ്ഥിതിക്ക് എനിക്ക് ഒരു കാര്യം കൂടി കണ്ണേട്ടനോട് പറയാനുണ്ട്. കണ്ണേട്ടനിൽ നിന്നും ഇതുവരെ ഒരു കാര്യവും ഞാൻ മറച്ചു വെച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇത് ഇനിയും കണ്ണേട്ടനോട് പറയാതിരിക്കുന്നത് ഞാൻ കണ്ണേട്ടനോട് ചെയ്യുന്നത് ഏറ്റവും വലിയ തെറ്റാണ്. കാരണം കണ്ണേട്ടൻ മറ്റെന്തിനേക്കാളും എന്നെ സ്നേഹിക്കുന്നുണ്ട് എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് തന്നെ ഇനിയും കണ്ണേട്ടൻ ആ രഹസ്യം അറിഞ്ഞില്ലെങ്കിൽ അത് ഞാൻ എൻ്റെ മനസാക്ഷിയോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരതയാണെന്നെല്ലാം മഹി ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ
കണ്ണനാണെങ്കിൽ അതെന്താണെന്നുള്ള അർത്ഥത്തിൽ മഹി ഇങ്ങനെ നോക്കുന്നുണ്ട്. അപ്പോൾ മഹി പറഞ്ഞു തുടങ്ങുന്നുണ്ട്, അന്ന് 12ാമത്തെ വയസ്സിൽ കണ്ണേട്ടൻ്റെ കാലെടുത്തതും കണ്ണേട്ടൻ്റെ അച്ഛൻ്റെ ജീവനെടുക്കാൻ കാരണക്കാരനായ ആ ലോറി ഓടിച്ചിരുന്നത് കരുണയുടെ അച്ഛനാണ്. അന്ന് ആ ലോറിയിൽ ഞാനും ഉണ്ടായിരുന്നു. പക്ഷേ കുട്ടിയായ എനിക്ക് ആ അപകടം നോക്കി നിൽക്കാനേ കഴിഞ്ഞുള്ളൂ. അതിനുശേഷം വല്ലാത്തൊരു ട്രോമയിലായിരുന്നു ഞാൻ. ആക്സിഡൻറ്റ് പറ്റിയത് ആർക്കാണെന്നും അവരെ ഹോസ്പിറ്റലിൽ എത്തിക്കണമെന്നൊക്കെ ഞാൻ അയാളോട് കരഞ്ഞു പറഞ്ഞതാണ്. പക്ഷേ അയാൾ അതൊന്നും കേട്ടില്ല. പിന്നീട് അതിനുശേഷം അയാൾ എന്നെയും കൂട്ടി കോയമ്പത്തൂരിലേക്ക് പോയി. അതിനുശേഷമാണ് കണ്ണേട്ടൻ്റെ നട്ടെല്ല് തളർന്നതും കണ്ണേട്ടന് അച്ഛൻ നഷ്ടപ്പെട്ട കാര്യങ്ങളെല്ലാം ഞാൻ അറിഞ്ഞത്. പിന്നീട് കണ്ണേട്ടൻ എന്നെ പെണ്ണ് കാണാൻ വരുമ്പോൾ എല്ലാം യാദൃശ്ചികമായിട്ടാണ് എനിക്ക് തോന്നിയത്. അന്നേ കണ്ണേട്ടനോട് എല്ലാം തുറന്നു പറയണം എന്ന് ഞാൻ കരുതിയതായിരുന്നു. പക്ഷേ എനിക്ക് അതിനുള്ള ധൈര്യം ഉണ്ടായില്ല എന്ന് പറഞ്ഞുകൊണ്ട് തൻ്റെ ജീവിതത്തിലെ ആ കറുത്ത അധ്യായം മഹാലക്ഷ്മി കണ്ണന് മുന്നിൽ തുറന്നു പറയുകയാണ് കേട്ടോ ചെയ്യുന്നത്. ഇത് കേട്ട് ഞെട്ടിത്തിരിച്ചു പോവുകയാണ് കേട്ടോ കണ്ണൻ. മഹി പറഞ്ഞ ആ ഒരു കാര്യം കണ്ണന് വല്ലാത്തൊരു ഷോക്ക് ആവുന്നുണ്ട് കേട്ടോ. കാരണം ആ ഒരു ആക്സിഡന്റിന് പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത് പ്രതാപനാണ് എന്നുണ്ടെങ്കിൽ അതൊരു കരുതി കൂട്ടിയിട്ടുള്ള കൊലപാതകമായിരിക്കും എന്ന് തന്നെ കണ്ണന് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അതൊരു വെറുമൊരു ആക്സിഡന്റ് മാത്രമായിരുന്നു എന്നാണ് കണ്ണൻ ഇതുവരെ കരുതിയിരുന്നത്. പക്ഷേ പ്രതാപനായിരുന്നു ആ വണ്ടി ഓടിച്ചിരുന്നത് എന്ന് മനസ്സിലാക്കുന്ന കണ്ണൻ അത് അയാളുടെ ഒരു ചതി തന്നെയായിരുന്നു എന്ന് തിരിച്ചറിയുന്നുണ്ട് കേട്ടോ. പിന്നീട് അങ്ങനെ വാമനായിരുന്നു പ്രതാപന് കൊട്ടേഷൻ കൊടുത്തത്. വാമൻ കമ്പനിയിൽ നടത്തിയ ഒരു തിരിമറി പിടിക്കപ്പെടുകയും അതിൻ്റെ പക തീർക്കാനാണ് കണ്ണൻ്റെ അച്ഛനെ കൊല്ലാനായിട്ട് വാമൻ പ്രതാപനെ ഏർപ്പെടുത്തിയത് എന്നുള്ള കാരണങ്ങളും കണ്ണൻ തെളിവ് സഹിതം പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അപ്പോൾ അനന്തുവും മാർക്കോയും ഒക്കെ കണ്ണന് സഹായമായിട്ട് ഇതിന് കൂട്ടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ അവരുടെ സഹായത്തോടു കൂടി തന്നെ കണ്ണനെല്ലാം തെളിവ് സഹിതം അവിടെ എല്ലാ അവരുടെ ഗൂഢതന്ത്രങ്ങളൊക്കെ പുറത്തു കൊണ്ടുവരുന്നുണ്ട്. അതിന് കൃത്യമായിട്ട് തെളിവുകളും അവർക്ക് വിശ്വനാഥന്റെ ഒരു ഡയറിയിൽ നിന്ന് തന്നെയാണ് കേട്ടോ അവർക്ക് കിട്ടുന്നത്. അങ്ങനെ അതിൽ വഴിയാണ് വാമനാണ് എല്ലാത്തിൻ്റെയും പുറകിൽ പ്രവർത്തിച്ചത്. വാമൻ നടത്തിയ കരുതി കൂട്ടിയിട്ടുള്ള ഒരു കൊലപാതകമായിരുന്നു തൻ്റെ അച്ഛൻ്റെ മരണമെന്നും തൻ്റെ നട്ടെല്ല് തളരാനായിട്ട് കാരണമായത് എന്നുള്ള കാര്യങ്ങളും കണ്ണൻ മനസ്സിലാക്കുന്നുണ്ട്. അങ്ങനെ തൻ്റെ അച്ഛൻ്റെ ജീവനെടുത്ത് തൻ്റെ ഇത്രയും കാലം വീൽ ചെയറിൽ തളർത്തിയിട്ട പ്രതാപന് നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവരികയാണ്. അങ്ങനെ വാമനെയും രണ്ടുപേരെയും കോടതിയിൽ തന്നെ വക്കീലായിട്ട് ഹാജരായിട്ട് അവർക്ക് ജീവപര്യന്തം ശിക്ഷ തന്നെ കണ്ണൻ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ മഹാലക്ഷ്മി സീരിയലിൻ്റെ വളരെ ത്രില്ലിംഗ് ആയിട്ടുള്ള ഒരു എപ്പിസോഡാണ് ഇനി വരാനായിട്ട് പോകുന്നത്. ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ കൂടി ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. താങ്ക്